ഹലോ, നാളെയല്ലേ വിഷു. ഇന്ന് 14, നാളെ 15 വിഷു. അപ്പം ഞങ്ങളിവിടെ കുറച്ച് പൂത്തിരിയും വടക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് കത്തിക്കുവാണ് കേട്ടാ. അപ്പോൾ പൂത്തിരി ഞാൻ ഗ്യാസിൽ നിന്ന് കത്തിച്ചാൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് മറ്റേ ലൈറ്റർ ഉണ്ടല്ലോ അത് തീർന്നു. അപ്പം ഞാൻ ഗ്യാസിൽ നിന്ന് കത്തിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഷാഡോ ഒരുത്തനുണ്ടല്ലോ ഇവിടെ, അവൻ സമ്മതിക്കുന്നേ ഇല്ല കേട്ടാ കത്തിക്കാനൊന്നും. അതായത് ഇപ്പം ഞാൻ ഒരു തവണ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ഇതാ, അവൻ ഓടി മുന്നിക്ക്. അപ്പം ഞാൻ ഇരുന്ന് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാവും, അടുക്കളയിൽ കത്തിച്ചിട്ട് പുറത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാ മുറ്റത്ത് ഞാൻ കത്തിക്കുന്നത്. എവിടെ ഷാഡ് എൻ്റെ ഒപ്പം വരുന്നുണ്ട്. കത്തിക്കേണ്ടെന്നാണ് തോന്നുന്നു അവൻ പറയണത്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പൂക്കുറ്റി ഇവിടെ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് പൊളിച്ചാണ്. ഒരെണ്ണം ഞാൻ നേരത്തെ കത്തിച്ചായിരുന്നു. അപ്പോൾ ഭയങ്കര അഹമ്മതിയായിരുന്നു. അപ്പോൾ ഞാനിതാ അത് കത്തിക്കുന്നുണ്ട്. ചാടി കിട്ടുന്നതാണ്. അത് കത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിന് ചാടവിടെ ഗേറ്റിമിക്ക് ചാടുമായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ പൂത്തിരി ഉണ്ട്. ഇപ്പം എന്താണാവോ കുറച്ച് നേരം അഹമ്മതി ഇല്ലാതെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമ്മതിക്കണ്ടായിരുന്നില്ല. ഇപ്പോൾ കത്തി ഇത്രയും തീർന്നിട്ടുണ്ട്. അപ്പോൾ അനങ്ങാൻ നിൽക്കണു. എന്തേ പൂത്തിരി വേണ്ടേ? വേണ്ടേ? വേണ്ടടാ. ആ കുത്തി കുത്തി അയ്യോ, അതിന് മോന്തക്കിട്ട് കുത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടി ഇവിടെ. ഇത്ര നേരം ഭയങ്കര അഹമ്മതിയായിരുന്നു. അപ്പോൾ അവൻ അടുത്ത കത്തിക്കുമ്പോഴും നമുക്ക് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. പക്ഷെ അവൻ ഇപ്പോൾ വന്നില്ല കേട്ടാ. ആ ശരി 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 ശരി. പൂത്തിരി കത്തും. ആ കമ്പിത്തിരി കത്തും കത്തും, മോന്ത കത്തും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പൊട്ടിക്കാൻ പോണത് ഇതാണ് കേട്ടോ. അപ്പോൾ മറ്റേ പൂത്തിരി കത്തിക്കലൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് പൊട്ടിക്കാൻ പോണത്. ഇപ്പോൾ നേരം 10 മണി ആവാറായിട്ടുണ്ട്. രാത്രി 10 മണി ആയിട്ടില്ല, ആവണു. അപ്പോൾ അടുത്തത് ഇതിന് തീ കൊളുത്താൻ പോവുകയാണേ. ഷാഡ ഭയങ്കര അഹമ്മതി ആയതുകൊണ്ട് അവനെ പിടിച്ച് കൂട്ടിലിട്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും പൊട്ടിക്കാൻ ഇവൻ സമ്മതിക്കില്ല. ഭയങ്കര കുരയായിരുന്നു. വാതിലൊക്കെ പിടിച്ച് തള്ളി ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബഹളം വെക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇനി തുറന്നു വിടാം. തുറന്നു വിട്ടാ. പക്ഷെ കമ്പിത്തിരിയൊന്നും കത്തിക്കാൻ സമ്മതിക്കില്ല കേട്ടാ. അങ്ങനെ ഞങ്ങളുടെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. അതായത് കഴിഞ്ഞില്ല, ഒരു ലോഡുണ്ട്, ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ അതേ വിഷു കണിക്കുള്ള ഒരുക്കങ്ങൾ വെച്ച് പൂർത്തിയായിട്ടൊന്നുമില്ല, വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളുടെ ശ്രീകൃഷ്ണനെയൊക്കെ വെച്ച് ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂവൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കണ്ടാൽ പറയോ അത് ആർട്ടിഫിഷ്യലാന്ന്. പ്ലാസ്റ്റിക്കിൻ്റെ പൂവാട്ടോ. ഒറിജിനൽ കൊന്നപ്പൂവൊന്നും കിട്ടിയില്ല. അപ്പോൾ അതാ കിട്ടിയ ഇവിടെ ഇത്രയും സ്വാമി ഫോട്ടോസൊക്കെ മാത്രമേ ഉള്ളൂ. ഇതേട്ടോ, അതിന് കുറേ ഒന്നും വാങ്ങി വെച്ചിട്ടൊന്നുമില്ല. ആകെ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ദൈവത്തിൻ്റെ ഫോട്ടോ ആയിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ വെച്ചിരിക്കുന്നത് കുറച്ച് നോട്ടുകളുണ്ടായിരുന്നു, അത് വെച്ചു. പിന്നെ പഴം, ഒരു കുഞ്ഞു മത്തങ്ങ, കണിവെള്ളരി, കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഒരു നിലവിളക്ക്, മാങ്ങ, ശർക്കര, പുളിയവരക്ക. ഈ പുളിയവരക്ക വെക്കുന്നത് പാലക്കാട് വന്ന ശേഷം കേട്ടോ ഞാൻ അതൊക്കെ കാണുന്നത്. നമ്മളിവിടെ അതൊന്നും വെക്കില്ല, അതായത് മലപ്പുറത്ത് അതൊന്നും വെക്കില്ല. പിന്നെ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വെക്കാനായിട്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ കുറച്ചെണ്ണേ വിളക്കിൽ ഒഴിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നായക്കുട്ടി ഇവിടെ ഓടി ഓടി നടക്കണേണ്. അതിനെ നമ്മൾ കെട്ടിയിടാറൊന്നുമില്ല. കൂട്ടിലിട്ടാൽ കൂട് പൊളിക്കും അവൻ. അപ്പോൾ അതെ പാകത്തിന് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി രാവിലെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 തിരി 2 സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണിക്കുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുങ്ങി.
ഈ ബോക്സിലാണ് നമ്മൾ പടക്കങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ബാലൻസ് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ടൊക്കെ പൊട്ടിച്ച് തീർത്തു. കമ്പി തിരിഞ്ഞ് ചക്രമൊക്കെ ഉണ്ട് കത്തിക്കാൻ. അപ്പോൾ അതും കുറച്ചൊക്കെ കത്തിച്ചിട്ട് ഇപ്പോൾ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ട് കിടക്കാനുള്ള തയ്യാറെടുപ്പ് അവിടെ. നാളെ നേരത്തെ അണിച്ചിട്ട് കണിയൊക്കെ കാണണ്ടേ അല്ലേ. അപ്പം ഇതാണ് വിഷുവിൻ്റെ ഞങ്ങളുടെ തലേ ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പം ഇനി നാളെ വിഷു ദിവസം എല്ലാവരെയും കാണാം. അപ്പം വീഡിയോക്കായിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, ബൈ.